മായ ടീച്ചർ കുറച്ച് ദിവസമായി ആ കുട്ടിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. വല്ലാതെ മൂടിയായിട്ടാണ് അവൾ ഇരിക്കുന്നത്. മുൻപ് ക്ലാസ്സിൽ നല്ല ആക്റ്റീവായിരുന്ന കുട്ടിയായിരുന്നു. ഇപ്പോൾ എന്തു പറ്റിയെന്നറിയില്ല. നീലിമ, എന്തു പറ്റി? കുറച്ച് ദിവസമായി താൻ ആളാകെ മാറിയിരിക്കുന്നല്ലോ. ഒന്നുമില്ല ടീച്ചർ. അവൾ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറിപ്പോയി. നീലിമ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ടീച്ചർ കാര്യം ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിപ്പോയി. ടീച്ചർക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ആ കുട്ടിക്ക് ഉണ്ട് എന്ന്. പക്ഷേ പറയാത്തതുകൊണ്ട് കൂടുതൽ നിർബന്ധിക്കാനും പറ്റില്ല. ഒരു ദിവസം സ്കൂൾ അസംബ്ലിയിൽ നീലിമ തലകറങ്ങി വീണു. ടീച്ചർ പെട്ടെന്ന് തന്നെ പിടിച്ച് സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു. പരിശോധിച്ച ശേഷം ഡോക്ടറുടെ മുഖത്തിന് വലിയ തെളിച്ചമൊന്നുമില്ലായിരുന്നു. ഈ കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഡോക്ടർ ചോദിച്ചു. 8ാം ക്ലാസ്സിൽ, ടീച്ചർ മറുപടി പറഞ്ഞു. ഈ കുട്ടി ഗർഭിണിയാണ്. ഇത് കേട്ട മായ ടീച്ചർ ഞെട്ടിപ്പോയി. എന്തു ചെയ്യണം എന്ന് ഒരു പിടിയുമില്ലായിരുന്നു. തിരിച്ച് സ്കൂളിൽ വന്ന് സ്റ്റാഫ് റൂമിൽ എത്തിയപ്പോൾ മറ്റുള്ള ടീച്ചേഴ്സ് ചുറ്റും കൂടി കാര്യം ചോദിച്ചു. മായ ടീച്ചർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചർ നീലിമയെ അടുത്ത് വിളിച്ചു. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്? നിന്റെ അമ്മയോട് പറയുന്നത് പോലെ നിനക്ക് എന്നോട് പറയാം. നീലിമ കരഞ്ഞുകൊണ്ട് ടീച്ചറിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നീലിമയ്ക്ക് അമ്മയും ഒരനുജത്തിയും മാത്രമാണുള്ളത്. അച്ഛൻ കുഞ്ഞിലെ ഉപേക്ഷിച്ചു പോയി. ആ ചോരയിൽ പിറന്ന മക്കളായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഈ 2 മക്കളെയും ഇഷ്ടമല്ലായിരുന്നു. അമ്മ ശരിക്കും ഉപദ്രവിക്കുമായിരുന്നു. നീലിമ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അടുത്ത വീട്ടിൽ ജോലിക്ക് പോകുമായിരുന്നു. അവിടെ നിന്ന് കിട്ടുന്ന പൈസ മുഴുവനും അമ്മ പിടിച്ചു വാങ്ങും. ഒരു ദിവസം അമ്മ ഒരാളെയും കൊണ്ടാണ് വീട്ടിൽ വന്നത്. ഒരുപാട് സാധനങ്ങളും ഒക്കെ അയാളുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെയും കൂടെ അയാൾ വീട്ടിൽ വരും. ഇങ്ങനെ വരുന്നതിൽ പന്തികേട് തോന്നിയ നീലിമയും അനുജത്തിയും അമ്മയെ എതിർത്തു. അമ്മ അതിനും കുട്ടികളെ വഴക്ക് പറയുകയും തല്ലുകയും ഒക്കെ ചെയ്തു. ഒരു ദിവസം ആരും വീട്ടിലില്ലാതിരുന്ന സമയത്ത് അയാൾ വീട്ടിൽ വരികയും നീലിമയെ ഉപദ്രവിക്കുകയും ചെയ്തു. മായ ടീച്ചർ എന്തു പറയണമെന്നല്ലാതെ തരിച്ചിരുന്നു പോയി. ഇതിന് എന്ത് പരിഹാരമാണ് വേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല. നിയമത്തിന്റെ മുമ്പിൽ അയാളെ കൊണ്ടുവന്നാൽ ഒരുപക്ഷെ ശിക്ഷ കിട്ടുമായിരിക്കും. എന്നാൽ ആ കുട്ടിയെ ആൾക്കാർ എങ്ങനെയാവും നോക്കുക എന്നൊക്കെ ആലോചിച്ച് ഒരു സ്വസ്ഥതയും കിട്ടിയില്ല. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ടീച്ചർക്ക് ഒരു ഫോൺ വന്നു. നീലിമ ഒരാളെ കൊന്നു. ടീച്ചർ നീലിമയുടെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. അവിടെ പോലീസും ചാനലും നാട്ടുകാരും ഒക്കെ കൂടി വലിയ ബഹളമായിരുന്നു. പോലീസ് നീലിമയെ കൊണ്ടുപോകാൻ ഇറങ്ങിയപ്പോഴാണ് ടീച്ചറിനെ നീലിമ കണ്ടത്. ടീച്ചറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ അയാളെ കൊന്നു. എന്നെ ഉപദ്രവിച്ചതുപോലെ അയാൾ ഇന്നലെ എൻ്റെ അനുജത്തിയെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അത് കണ്ടുകൊണ്ടുവന്ന ഞാൻ കയ്യിൽ കിട്ടിയ അരിവാൾ കൊണ്ട് അയാളുടെ തലയെ ആഞ്ഞു വീശി. ഇത് ഞാൻ അന്ന് തന്നെ എന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ചെയ്യേണ്ടതായിരുന്നു. അന്ന് എനിക്ക് പേടിയായിരുന്നു. ഇത് ഞാൻ പോലീസിനോടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് അമ്മ എന്ന് പറയുമ്പോൾ മനസ്സിൽ തെളിയുന്നത് ടീച്ചറിൻ്റെ മുഖമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും വാശിയിലും പിണക്കത്തിലുമൊക്കെ ഇടയിൽ പിടഞ്ഞു ജീവിതം ഇല്ലാതാക്കുന്നത് ഒന്നുമറിയാത്ത അവരുടെ മക്കൾക്കാണ്.